അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ വളരെ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാമുന ഗസാലി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമാക്കപ്പെട്ട നോമ്പിനെ പ്രധാനമായും 3 വിധമാക്കി തിരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ തൻ്റെ കിതാബുകളിലേക്ക് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പ്രധാനമായും നോമ്പ് 3 വിധത്തിലാണ്. ഒന്നാമത്തേത് സൗമുൽ അവാം, സാധാരണക്കാരുടെ നോമ്പ്. പരിശുദ്ധമാക്കപ്പെട്ട നോമ്പിൻ്റെ എല്ലാ വിധികളും പഠിച്ചിട്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പ് എങ്ങനെയാണ് എടുക്കേണ്ടത്, ഇതെല്ലാം ഫിഖ്ഹീപരമായിട്ട് കർമ്മശാസ്ത്രപരമായിട്ട് പാലിച്ചുകൊണ്ട് എടുക്കുന്ന നോമ്പിനാണ് സൗമുൽ അവാം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം സൗമുൽ ഖവാസ്, പ്രത്യേകക്കാരുടെ നോമ്പ്. അഥവാ ഒന്നും കൂടി തൻ്റെ കാത്, തൻ്റെ കണ്ണ്, മറ്റുള്ള ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ദുശ്ചിന്തയെ തൊട്ടോ ദുഷ്പ്രേരണകളെ തൊട്ടോ വിട്ടുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടെടുക്കുന്ന നോമ്പിനേക്കാണ് സൗമുൽ ഖവാസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സൗമു ഖവാസുൽ ഖവാസ്, അഥവാ പ്രത്യേകക്കാരിലും പ്രത്യേകക്കാരുടെ നോമ്പ്. അഥവാ താൻ സദാസമയവും തൻ്റെ എല്ലാ ചിന്തകളും മാറ്റിവെച്ചിട്ട് അള്ളാഹുവിൻ്റെ ദിക്റിലും അവിടുത്തെ ഫിക്റിലുമായിക്കൊണ്ട് അനുഷ്ഠിക്കുന്ന നോമ്പിനേക്കാണ്, അഥവാ ഒരു ത്യാഗിയായിക്കൊണ്ട് സാഹിദായിക്കൊണ്ട് ഈ പ്രപഞ്ചത്യാഗിയായിക്കൊണ്ട് എടുക്കുന്ന സകല എല്ലാ ആഡംബരങ്ങളും മതിമറന്നുകൊണ്ട് എല്ലാം വിട്ടുകൊണ്ട് അള്ളാഹുവിലേക്കായി ലയിച്ചുകൊണ്ടെടുക്കുന്ന നോമ്പിനേക്കാണ് മൂന്നാമത്തെ വിഭാഗം, അഥവാ സൗമു ഖവാസുൽ ഖവാസ് എന്ന് ബഹുമാനപ്പെട്ടവരെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഓരോ നോമ്പുകൾ അനുഷ്ഠിച്ചു പോകുമ്പോഴും ഇൻഷാ അല്ലാഹ് നമുക്ക് മാറ്റങ്ങൾ വരണം. ആദ്യം സാധാരണക്കാരുടെ നോമ്പായിരിക്കാം, പിന്നൊന്നും കൂടി പ്രത്യേകക്കാരുടെ നോമ്പിലേക്കും, പ്രത്യേകക്കാരിലും പ്രത്യേകക്കാരുടെ നോമ്പിലേക്കും നമുക്ക് എത്താൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.